നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. തദ്ദേശ തിരഞ്ഞെടുപ്പ് അടുത്തതിന് പിന്നാലെ ആത്മഹത്യാ വാർത്തകളാണ് പുറത്തുവരുന്നത്. സ്ഥാനാർത്ഥിത്വത്തെ ചൊല്ലി വലിയ രീതിയിലുള്ള വഴക്കുകൾ ഉണ്ടാകുന്നു, പിന്നീട് ആത്മഹത്യയിലേക്ക് പോകുന്നു. കഴിഞ്ഞ ദിവസം ആനന്ദിന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരം ഒന്നടങ്കം ഞെട്ടിയതാണ്. ഇപ്പോഴിതാ ഇന്ന് പുറത്തുവരുന്നത് ആലപ്പുഴയിലും സമാന രീതിയിൽ ഒരു ആത്മഹത്യാ ശ്രമം നടന്നിട്ടുണ്ട് എന്നുള്ള വാർത്തകളും. ആലപ്പുഴ സ്ഥാനാർത്ഥിത്വം നൽകിയില്ല എന്ന് പരാതി നൽകുന്നു. ഇതിനു പിന്നാലെ കോൺഗ്രസ് ബൂത്ത് പ്രസിഡന്റ് ജീവനൊടുക്കാൻ ശ്രമിച്ചു എന്നാണ് വിവരം. നിരണത്ത് സി ജയപ്രദീപാണ് തന്റെ ജീവനൊടുക്കാൻ തീരുമാനിച്ചത്. വീട്ടുകാരുടെ സമയോചിതമായ ഇടപെടൽ ഒന്നുകൊണ്ട് മാത്രമാണ് ജയപ്രദീപിനെ രക്ഷിക്കാൻ സാധിച്ചതെന്നാണ് വിവരം. പത്തിയൂർ ഗ്രാമപഞ്ചായത്ത് വാർഡ് 19 UDF സ്ഥാനാർത്ഥിയാകാനായിരുന്നു ഇദ്ദേഹം തീരുമാനിച്ചിരുന്നത്. അതിന് ആദ്യം പാർട്ടിയും സമ്മതിച്ചിരുന്നു എന്നുള്ളതാണ് വിവരം. പക്ഷേ പിന്നീട് പോസ്റ്റർ പ്രചാരണമടക്കം ആരംഭിച്ചതിന് പിന്നാലെയാണ് സ്ഥാനാർത്ഥിത്വത്തെ ചൊല്ലിയുള്ള ചില പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. പ്രചാരണം തുടങ്ങിയതിനു ശേഷം വാർഡിൽ മറ്റൊരു സ്ഥാനാർത്ഥിയെ പാർട്ടി പ്രഖ്യാപിച്ചു. ഇതിൽ മനംനൊന്താണ് ജയപ്രദീപ് ആത്മഹത്യയ്ക്ക് ശ്രമിക്കുന്നത്. ജയപ്രദീപിനെയാണ് പ്രാദേശിക നേതൃത്വം സ്ഥാനാർത്ഥിയായിട്ട് തീരുമാനിച്ചിരുന്നത്. വാർഡ് ഘടകകക്ഷിക്ക് കൊടുക്കേണ്ട സീറ്റ് എന്നും തൽക്കാലം UDFന്റെ സ്ഥാനാർത്ഥി മാറി നിൽക്കണമെന്നും ജില്ലാ നേതൃത്വം മണ്ഡലം കമ്മിറ്റിയോട് ആവശ്യപ്പെടുകയായിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി എന്നുള്ളതാണ് സൂചന. എന്തായാലും പകരം കേരള കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കാനുള്ള തീരുമാനങ്ങൾ നീക്കങ്ങൾ നടക്കുന്നുവെന്നും വിവരങ്ങൾ പുറത്തുവന്നു. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് പ്രതികരണം നടത്തിയിട്ടുണ്ട്. ആലപ്പുഴയിൽ ഇത്തരത്തിലൊരു ആത്മഹത്യാ ശ്രമം കൂടെ പുറത്തു വരുമ്പോൾ പല മുന്നണികളിലും സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുന്നതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള അനിഷ്ടങ്ങൾ അല്ലെങ്കിൽ ഒരു ഒത്തുചേരലില്ലായ്മ ഉണ്ട് എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത്. നഗരസഭയിൽ പ്രധാനമായിട്ടും BJP ഒന്ന് മുന്നോട്ട് വരുന്ന രീതിയിലാണ് ആലപ്പുഴയുടെ കാര്യങ്ങൾ പോകുന്നത് എന്ന് പറയുമ്പോൾ BJP ഏത് തന്നെ വിധേനയും ആലപ്പുഴയെ കീഴടക്കാനുള്ള സാധ്യതകൾ എന്നുള്ള വിവരങ്ങൾ രാഷ്ട്രീയ നിരീക്ഷണങ്ങളൊക്കെ വരുന്നതിനിടെയാണ് കോൺഗ്രസിന് ഇത്തരത്തിൽ തിരിച്ചടിയായിട്ട് ഒരു ആത്മഹത്യാ ശ്രമം കൂടെ വരുന്നത് എന്നുള്ളതും വലിയ രീതിയിൽ ശ്രദ്ധേയമാകുന്നുണ്ട്. അതേസമയം ആലപ്പുഴ നഗരസഭയിലേക്ക് BJPയുടെ സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറങ്ങിയപ്പോൾ പാർട്ടിയിൽ പരസ്യപ്പോരുണ്ടായിട്ടുണ്ട് എന്നുള്ള വിവരങ്ങളും പുറത്തു വന്നിരുന്നു. സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് മണിക്കൂറുകൾക്ക് മുൻപ് ആലപ്പുഴ നഗരത്തിലെ BJP കൗൺസിലർ മനു ഉപേന്ദ്രൻ നേതൃത്വത്തെ വിമർശിച്ച് സമൂഹ മാധ്യമങ്ങളിലൂടെ പോസ്റ്റ് ഇട്ടതിലൂടെയാണ് രാഷ്ട്രീയ കേരളത്തിൽ ആലപ്പുഴയും വലിയ ചർച്ചകളിൽ ഇടം പിടിക്കുന്നത്. സ്വയം പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥികളെന്നും ഔദ്യോഗിക പ്രഖ്യാപന നാടകം 3 മണിക്ക് എന്നായിരുന്നു പോസ്റ്റ്. പാർട്ടിയുടെ പ്രഖ്യാപനത്തിന് മുൻപ് സ്വയം സ്ഥാനാർത്ഥി എന്ന് പ്രഖ്യാപിച്ച് പലരും സമൂഹ മാധ്യമങ്ങളിലും വീടുകളിലും പ്രചാരണം ആരംഭിച്ചതിനെ വിമർശിച്ചുകൊണ്ടായിരുന്നു ഇത്തരത്തിലൊരു പോസ്റ്റ് പങ്കുവച്ചത്. ആലപ്പുഴ നഗരസഭയിൽ പുന്നമട വാർഡിൽ മനു ഉപേന്ദ്രൻ പാർട്ടി സ്ഥാനാർത്ഥിയാകുമെന്ന അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ ഇദ്ദേഹത്തിന് സീറ്റ് നൽകിയിട്ടില്ല എന്നുള്ളതാണ് വിവരം. അതേസമയം കോർപ്പറേഷനിലെ തൃക്കണാപുരം വാർഡിൽ BJP പ്രവർത്തകൻ ആത്മഹത്യ ചെയ്തു എന്നുള്ള തരത്തിലുള്ള വാർത്തകൾ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് നിന്ന് പുറത്തു വരികയും ചെയ്തിരുന്നു. അതായത് ആനന്ദ് K തമ്പിയുടെ ആത്മഹത്യാ ശ്രമം അത് വലിയ രീതിയിലാണ് തിരുവനന്തപുരത്തെയും ഇതേ രീതിയിൽ തന്നെ ആടി ഉലച്ചത്. ആലപ്പുഴയിൽ നടന്നതൊരു ആത്മഹത്യാ ശ്രമമാണ് എങ്കിൽ തിരുവനന്തപുരത്ത് നടന്നത് ഒരു ആത്മഹത്യ തന്നെയാണ്. പാർട്ടിക്കെതിരെ അതിഗുരുതരമായിട്ടുള്ള BJPക്കെതിരെ വലിയ രീതിയിലുള്ള ആക്ഷേപങ്ങളും ആരോപണങ്ങളും ഉന്നയിച്ചുകൊണ്ടാണ് അദ്ദേഹം സ്വന്തം ജീവനൊടുക്കിയത്. മണ്ണ് മാഫിയ സംഘവുമായിട്ട് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ വേണ്ടി മണ്ണ് മാഫിയയുമായി ബന്ധമുള്ള ആളുകളെ സ്ഥാനാർത്ഥിയായി നിർത്തിയെന്നും പാർട്ടിക്ക് വേണ്ടി പാർട്ടിയുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും കൂടെ നിന്ന് ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ച തന്നെ പാർട്ടി തഴഞ്ഞു എന്നും പറഞ്ഞുകൊണ്ട് മനംനൊന്താണ് അദ്ദേഹം ആത്മഹത്യ ചെയ്യുന്നത്. മണ്ണ് മാഫിയ സംഘവുമായിട്ട് RSSനും അതുപോലെ തന്നെ BJPക്കും ഒക്കെ ബന്ധമുണ്ട് എന്ന് ആരോപിച്ചുകൊണ്ടുള്ള അദ്ദേഹത്തിന്റെ മരണത്തിന് പിന്നാലെ വലിയ രീതിയിലുള്ള വിവാദങ്ങൾ പുറത്തു വരികയും ചെയ്തിട്ടുണ്ട്. സീറ്റ് ലഭിക്കാത്തതിനാൽ സ്വതന്ത്രനായി മത്സരിക്കാൻ ആനന്ദ് തീരുമാനിച്ചിരുന്നു. എന്നാൽ സ്ഥാനാർത്ഥി പട്ടികയിൽ ആനന്ദ് ഇല്ലായിരുന്നു എന്നതാണ് ഈ വിഷയത്തിൽ BJP നേതൃത്വം അനൌദ്യോഗികമായിട്ട് പറഞ്ഞിരുന്നത്. തൃക്കണാപുരത്ത് വിനോദ് കുമാർ ആയിരുന്നു നിലവിലത്തെ BJP സ്ഥാനാർത്ഥി. BJP RSS നേതൃത്വത്തിനെതിരെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ആനന്ദിന്റെ ആത്മഹത്യാ സന്ദേശം കൂടെ പുറത്തു വന്നപ്പോൾ പാർട്ടിക്ക് അത് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. തൃക്കണാപുരത്ത് തന്നെ സ്ഥാനാർത്ഥിയാകാത്തതിന് പിന്നിൽ BJP നേതാക്കളാണ് എന്നും BJP RSS നേതാക്കൾക്ക് മണ്ണ് മാഫിയയുമായി ബന്ധമുണ്ട് എന്നും ആത്മഹത്യാ സന്ദേശത്തിൽ ആനന്ദ് ആരോപിച്ചിട്ടുണ്ട്. തൃക്കണാപുരത്ത്
BJP സ്ഥാനാർത്ഥിയെ ആക്കിയത് മണ്ണ് മാഫിയക്കാരനായിട്ടുള്ള ഒരാളെയാണ് എന്നാണ് ആനന്ദിന്റെ ആരോപണം. ഇതിന് പിന്നാലെ ഈ വിഷയത്തിൽ ന്യായീകരണവും വിവാദവും ഒക്കെ ആയിട്ട് നിരവധി ആളുകൾ പുറത്തു വന്നു. പാർട്ടി പറയുന്നത് പ്രകാരം ഇയാളൊരു BJP പ്രവർത്തകൻ എന്നതിനേക്കാൾ ഉപരി ഇയാളൊരു ശിവസേന പ്രവർത്തകനാണ് എന്നും ഇത്തരമൊരു വിവാദങ്ങളിലേക്ക് കടക്കേണ്ടുന്ന ആവശ്യമില്ല എന്നും എങ്കിൽ പോലും അദ്ദേഹത്തിന്റെ ആത്മഹത്യ അതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണങ്ങൾ തുടരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും തിരുവനന്തപുരത്ത് തൊട്ട് അങ്ങ് കാസർഗോഡ് വരെയുള്ള മണ്ഡലങ്ങളിൽ ഈ പറയുന്നത് പോലെ വോട്ട് പിടിക്കാൻ വേണ്ടിയുള്ള ശ്രമത്തിനിടെ പാർട്ടിക്കുള്ളിൽ തന്നെയുള്ള വിയോജിപ്പുകളും അഭിപ്രായ വ്യത്യാസങ്ങളും വലിയ രീതിയിലുണ്ട് എന്നുള്ളതാണ് ഇതൊക്കെ വ്യക്തമാക്കുന്നത്. BJP ആണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും അതുപോലെ തന്നെ ഇടതുപക്ഷമാണെങ്കിലും എല്ലാ പാർട്ടികൾക്കിടയിലും പരസ്പരം സീറ്റിന് വേണ്ടിയുള്ള ഒരു തമ്മിൽ തല്ല് തന്നെയാണ് വ്യക്തമായിക്കൊണ്ടിരിക്കുന്നത്. ഒരു വശത്ത് വലിയ രീതിയിൽ പാർട്ടിക്ക് വേണ്ടി മറ്റൊന്നും പ്രതീക്ഷിക്കാതെ നിൽക്കുകയും പ്രവർത്തിക്കുകയും ചെയ്ത ആളുകൾ അവർക്ക് പിന്നീട് അവരുടെ പ്രവർത്തന മികവ് കണ്ട് പാർട്ടി തന്നെ പറയുന്നു ഇത്തരം സ്ഥാനങ്ങൾ നൽകാമെന്ന്. പക്ഷേ സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപന സമയത്ത് ആ തീരുമാനത്തിൽ പെട്ടെന്നൊരു മാറ്റമുണ്ടാകുന്നു. രാഷ്ട്രീയ നേട്ടം മുൻനിർത്തിക്കൊണ്ട് മറ്റാളുകളെ ഈ വാക്ക് കൊടുത്ത ആളുകളെ തഴഞ്ഞുകൊണ്ട് മറ്റാളുകളെ സ്ഥാനാർത്ഥികളായി നിർത്തുന്നു. അതിനു പിന്നാലെ പാർട്ടിയെ വിശ്വസിച്ചതിൽ മനംനൊന്ത് ചിലർ രാജിവെക്കുന്നു, പാർട്ടി വിട്ട് പുറത്തു പോകുന്നു, ചിലർ ആത്മഹത്യയിലേക്ക് എന്നുള്ള രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. എന്തായാലും തദ്ദേശ തിരഞ്ഞെടുപ്പ് അതിന്റെ തീവ്രമായിട്ടുള്ള പ്രചരണത്തിലേക്ക് കടക്കുകയാണ്. ഏറ്റവും ശക്തമായിട്ടുള്ള ഒരു നേട്ടം ഒരു വിജയം അത് തന്നെയാണ് മൂന്ന് മുന്നണികളും ഇതിൽ പ്രധാനമായിട്ടും ലക്ഷ്യമിടുന്നത്. പ്രത്യേകിച്ച് മൂന്ന് മുന്നണികളും ഇത്തവണ മുന്നോട്ട് വയ്ക്കുന്ന ഒരു ആശയം എന്ന് പറയുന്നത് യൂത്തിനെ മുന്നോട്ട് കൊണ്ടുവരിക എന്നുള്ളതാണ്. LDFന്റെ ഭാഗത്തു നിന്നാണെങ്കിലും കോൺഗ്രസിന്റെ UDFന്റെ ഭാഗത്തു നിന്നാണെങ്കിലും NDAയുടെ ഭാഗത്തു നിന്നാണെങ്കിലും ഒക്കെ തന്നെ ഇത്തരത്തിലുള്ള ഒരു സ്ഥാനാർത്ഥി നിര തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. ഏത് വിധേനയും ഒരു വിജയം ഉണ്ടാകുക എന്നതിനേക്കാൾ ഉപരി യൂത്തിനെ മുൻനിർത്തിക്കൊണ്ട് ഒരു വിജയം ഉറപ്പിക്കുക എന്നുള്ള രീതിയിൽ ശ്രമങ്ങൾ നടത്തുമ്പോൾ അതിന്റെ പേരിലും ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതാണ് പുറത്തു വരുന്ന വിവരം.